Good morning. I'm Dr. Shilpa, working in Elite Dental Clinic in Kondapur branch. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്? എങ്ങനെയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? പല്ലിന് വേദന വന്നാൽ പല്ലെടുത്ത് കളയണോ? ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം നമ്മുടെ പല്ലിൽ ഒരു ഔട്ടർ ലെയർ ഉണ്ട്. ഔട്ടർ ലെയറിനെയാണ് ഇനാമൽ എന്ന് വിളിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ അടുത്ത ലെയറാണ് ഡെൻറ്റിൻ. അതിനുശേഷം ഇതിൻ്റെ രണ്ടിൻ്റെയും ഏറ്റവും ഉള്ളിലായിട്ടുള്ള ഒരു ലെയറാണ് പൾപ്പ് എന്ന് പറയുന്നത്. അപ്പം ഒരു പേഷ്യൻറ്റിന് ഇതുപോലെ നമുക്കിപ്പോൾ വേദന വന്നു, പല്ലിന് ഇപ്പം ആദ്യം സ്റ്റാർട്ടിങ് ഒരു കേട് വരുമ്പം അതിലാദ്യം പല്ലിൻ്റെ ഇനാമൽ ഭാഗത്തായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് ഇനാമലിലും ഡെൻറ്റിനും എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു റെസ്റ്റോറേഷൻ, ചെറിയൊരു ഫില്ലിങ് ചെയ്ത് നമുക്കത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഇൻ കേസ് അത് കൂടുതലായി ഇനാമലും ഡെൻറ്റിനും കഴിഞ്ഞ് പൾപ്പിലെത്തി എന്ന ആ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ പേഷ്യൻറ്റിന് നല്ല വേദനയുണ്ടാവും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ, അങ്ങനെ വേദനയുള്ള സമയത്ത് ആണ് നമ്മൾ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഇപ്പം പൾപ്പിലേക്ക് പേഷ്യൻ്റെ നമ്മുടെ പല്ലിൻ്റെ പൾപ്പിലേക്ക് ആ കേട് അല്ലെങ്കിൽ ആ പോട് എത്തിയെന്നുണ്ടെങ്കിൽ അത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യേണ്ടി വരും. ഒരു നോർമൽ ഫില്ലിങ്ങിലൂടെ അത് നിൽക്കത്തില്ല. സോ അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ ആദ്യം റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പേഷ്യൻറ്റിന് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഒരു ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്നു. അതോടെ ആ ഒരു ഭാഗം, ആ പല്ലിൻ്റെ ഭാഗം, അതിനടുത്തുള്ള സ്ട്രക്ചേഴ്സും മരവിക്കുന്നു. അതിനുശേഷം നമ്മൾ അതിന് ഉള്ളിലുള്ള കീരീസ്, അതായത് കേടുകളെല്ലാം നമ്മൾ റിമൂവ് ചെയ്യുന്ന കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് റിമൂവ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ പൾപ്പിലേക്ക് എത്തുന്നു. നമ്മുടെ ഞരമ്പ്, അതായത് പൾപ്പിലാണ് ഈ ഞരമ്പും നമ്മുടെ വേദന എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, നമ്മുടെ ഞരമ്പും ബ്ലഡ് വെസൽസും എല്ലാം അവിടെയാണ്. ഓക്കെ, സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ അപ്പം നമ്മൾ ആ പൾപ്പിലേക്ക് നമ്മൾ കുറേ ഫയൽസ് യൂസ് ചെയ്യും. ഫയൽസ് എന്ന് പറഞ്ഞാൽ ഫയൽസ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെ അത് മൊത്തം ക്ലീൻ ആവുന്നു. ഇതൊക്കെ നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ എല്ലേന്ന് മരവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പെയിനും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. സോ അങ്ങനെ ഫസ്റ്റ് സിറ്റിങ്ങിൽ നമ്മളത് ക്ലീൻ ചെയ്യുന്നു. എന്നിട്ട് അതൊരു മെഡിസിൻ വെച്ച് അത് ക്ലോസ് ചെയ്ത് വിടുന്നു. പിന്നെ ആ ഇൻഫെക്ഷൻ്റെ കാഠിന്യം അനുസരിച്ച് 1 വീക്കോ അതോ 2 വീക്സോ കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ പിന്നെയും വിളിക്കുന്നു. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഗട്ടപ്പർച്ച എന്ന് പറഞ്ഞ മെറ്റീരിയൽ വെച്ച് അത് അടയ്ക്കുന്നു. സോ അത് അടച്ചതിന് ശേഷം നമ്മൾ അത് റൂട്ടിൻ്റെ ഭാഗത്ത് മാത്രമാണ് അടയ്ക്കുന്നത്. അത് അടച്ചതിന് ശേഷം നമ്മൾ ഒരു ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ച് നമ്മൾ അതിൻ്റെ മുകളിലുള്ള സർഫസ് അടയ്ക്കുന്നു. അതിന് ശേഷം ക്യാപ്പിന്, അതായത് ഈ ടീത്തിൻ്റെ സ്ട്രക്ചർ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ആ ടീത്തിന് നമ്മളൊരു പല്ലിനൊരു ഹെൽമെറ്റ് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ നമ്മളൊരു പല്ലിന് ക്യാപ്പ് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ആ ക്യാപ്പ് വെച്ച് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഡീക്കേ ആയിട്ടുള്ള പല്ല് മൊത്തത്തിൽ മാറി ഇപ്പോൾ ഏറ്റവും നമുക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ പല്ല് പഴയ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ക്യാപ്പ് ഇടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് പുറകിലത്തെ പല്ലാകുമ്പോൾ നമ്മൾ ക്യാപ്പ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഏത് സമയം കടി വരുമ്പം ആ ഒരു ക്യാപ്പ് ഇടാത്ത പല്ലിൽ അത് പിന്നെയും ഫ്രാക്ചർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ടീത്തിനൊരു ഹെൽമെറ്റ് വെച്ച് കവർ ചെയ്യുന്ന പോലെ ആ ഹെൽമെറ്റ് തരുന്ന പ്രൊട്ടക്ഷൻ ആയിരിക്കും നമ്മൾ ക്യാപ്പ് ഇട്ട് കഴിയുമ്പോൾ. അപ്പം അത് വെച്ച് യൂസ് ചെയ്യുന്നതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. അത് ക്യാപ്പ് ഇടുന്നതിലൂടെ കൂടിയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നത്. താങ്ക് യു.